പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം എല്ലാവരും LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷൻ എത്ര ഇൻഡെക്സ് ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടാകും. ഇനി നിങ്ങൾക്കുള്ള ഇൻഡെക്സ് പ്രകാരം ഏകദേശം ഏത് റാങ്ക് ലഭിക്കും എന്നറിയാനും പലർക്കും ആഗ്രഹമുണ്ടാവും. വെറുതെ ഇൻഡെക്സ് മാർക്ക് മാത്രം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, റാങ്ക് സാധ്യത കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു വീഡിയോ അതിന് നിങ്ങളെ സഹായിക്കുന്നതാണ്. കൂടാതെ ഇത് പ്രകാരം മറ്റൊരു വീഡിയോ വഴി നിങ്ങൾക്കുള്ള റാങ്ക് പ്രകാരം അഡ്മിഷൻ ലഭിക്കുമോ എന്ന കാര്യം പിന്നീട് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സും റാങ്കും വെച്ച് നോക്കിയാൽ വലിയ നിരാശയായിരിക്കും ഫലം. അത്ര വലിയ മികച്ച +2 സ്കോറാണ് നിരവധി വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഈ വർഷം അത്രത്തോളം സ്കോർ ഇല്ല, ഏകദേശം 2020 പോലെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ വർഷം ആകെ 55,274 പേരാണ് ആകെ അപ്ലൈ ചെയ്തിരുന്നത്. അതിൽ 400-ൽ 400 ഫുൾ ഇൻഡെക്സ് ഉള്ള 8,310 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അതായത് ഒന്നാമത്തെ റാങ്ക് മുതൽ 8,310 റാങ്ക് വരെ ഉള്ളവർക്ക് 400-ൽ 400 ഫുൾ ഇൻഡെക്സ് ഉണ്ടായിരുന്നു എന്നർത്ഥം. ഒരേ ഇൻഡെക്സ് ഉള്ളവരെ വിവിധ റാങ്കുകാർ ആക്കി മാറ്റാൻ പല ടൈപ്പ് ബ്രേക്കിംഗ് ഘടകങ്ങളുണ്ട്. ആർക്കാണ് ബയോളജിയിൽ കൂടുതലുള്ളത് എന്ന് നോക്കും, അതുപോലെ കെമിസ്ട്രിയിൽ കൂടുതൽ ആർക്കാണ്, ഫിസിക്സിൽ കൂടുതൽ ആർക്കാണ്, ഇംഗ്ലീഷിൽ കൂടുതൽ ആർക്കാണ്, അതുപോലെ തന്നെ മൊത്തം +1 +2 ടോട്ടൽ സ്കോർ ആർക്കാണ് കൂടുതലുള്ളത്, ആർക്കാണ് വയസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് നോക്കും, ആർക്കാണ് വയസ്സ് കൂടുതലുള്ളത് എന്ന് നോക്കും. ഏറ്റവും അവസാനം പേരിന്റെ ആൽഫബറ്റിക് ഓർഡർ വരെ പരിശോധിക്കപ്പെടും. ഈ വിവിധ കാര്യങ്ങൾ ഉപയോഗിച്ചാണ് 400 ഇൻഡെക്സ് ഉള്ളവരെ 1 മുതൽ 8,310 വരെയുള്ള റാങ്കുകാർ ആക്കി മാറ്റിയത്. ഇതുപോലെ ഇതിന്റെ താഴെ ഇൻഡെക്സ് ഉള്ളവർക്ക് കഴിഞ്ഞ വർഷം 2021 ലഭിച്ച റാങ്ക് ഏത് മുതൽ ഏത് വരെ എന്നുള്ളത് ഇവിടെ സ്ക്രീനിൽ കാണാവുന്നതാണ്. 350 ഇൻഡെക്സ് വരെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ തന്നെ 35,378 റാങ്ക് വരെ ആയിട്ടുണ്ട്. ഈ വർഷം എന്തായാലും ഇത്ര വലിയ സ്കോർ ഉള്ളവരുടെ എണ്ണം ഒരുപാട് കുറവായിരിക്കും. 2020 പോലെ ആയിരിക്കും എന്നാണ് പൊതുവെ കരുതുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കുള്ള ഇൻഡെക്സ് പ്രകാരം ലഭിക്കാൻ പോകുന്ന റാങ്ക് ഏകദേശം 2020 പോലെ ആയിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം. 2020 1 മുതൽ 1,102 വരെ റാങ്ക് ലഭിച്ചത് 400-ൽ 400 ഫുൾ ഇൻഡെക്സ് ഉള്ളവർക്കാണ്. 1 മുതൽ 1,102 വരെ റാങ്കുകാർ ആക്കി മാറ്റിയത് നേരത്തെ പറഞ്ഞതുപോലെ വിവിധ ടൈപ്പ് ബ്രേക്കിംഗ് ഘടകങ്ങൾ ഉപയോഗിച്ചാണ്. നിങ്ങൾക്ക് ഈ വർഷം ഫുൾ ഇൻഡെക്സ് ഉണ്ട് എങ്കിൽ ഏകദേശം ഇതിനിടയ്ക്ക് നിങ്ങൾക്കും റാങ്ക് ലഭിക്കും. അതിന് ടൈപ്പ് ബ്രേക്കിംഗ് കാര്യങ്ങൾ പരിഗണിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിന്റെയും സെക്കൻഡ് ഇയറിന്റെയും ടോട്ടൽ സ്കോറാണ്. ഇനി 399 ഇൻഡെക്സ് ഉള്ളവർക്ക് ആ വർഷം ലഭിച്ച റാങ്ക് 1,152 മുതൽ 1,201 വരെയാണ്. ഇതിനിടയ്ക്ക് 1,102 മുതൽ 1,152 വരെയുള്ള റാങ്ക് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവില്ല. അത് 399 പോയിന്റ് സംതിങ് ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും. 399.5 അല്ലെങ്കിൽ 399.33 അങ്ങനെയൊക്കെ പറയുന്ന ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും. അവർക്കാണ് അതിനിടയ്ക്കുള്ള റാങ്ക് ലഭിച്ചത്. ഇനി ബാക്കിയുള്ള ഇൻഡെക്സ് ഉള്ളവർക്ക് ലഭിച്ച റാങ്കുകൾ ഇവിടെ സ്ക്രീനിൽ നൽകാം. വെറുതെ വിശദീകരിച്ച് സമയം കളയേണ്ടതില്ല. ഏകദേശം ഇതുപോലെയായിരിക്കും ഈ വർഷത്തെ റാങ്ക് വരിക എന്നാണ് കരുതുന്നത്. ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്. ഒരുപാട് സമയം എടുത്താൽ മാത്രമേ ഇതൊക്കെ സാധ്യമാവുകയുള്ളൂ. ചാനലിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും കൂടെ നിൽക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നവർക്കും നന്ദി, നമസ്കാരം.